അല്ല, അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളതിന് വേറെ സമ്മേളനം തന്നെ വിളിക്കും. ഇതിപ്പോൾ നമ്മുടെ ആശയങ്ങൾ ഇപ്പം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങൾ ആകാംക്ഷയോട് കൂടി ഈ വിഷയത്തിൽ നിൽക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തേക്ക് പോകേണ്ടിയിരുന്ന ആലോചിക്കില്ലല്ലോ. ഞാൻ പി ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ ഇറങ്ങിയ ഒരു പോരാട്ടമാണ്. ഈ വിഷയത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന പി ശശിയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പിതാവിനെ പോലെ വിശ്വസിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഈ അവസാന നിമിഷം വരെ ഞാൻ ആ ധാരണയിലായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പം അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ എന്നെ തടുത്തിട്ടില്ലല്ലോ. ഞാൻ ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നീ ഒന്ന് നിർത്ത് എന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വാ, നമ്മൾ ചർച്ച ചെയ്യാന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ച് ആക്ഷൻ ഉണ്ടാവുകയാണ്. പോലീസ് ക്യാമ്പിൽ പോയി ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തി. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്തായി? ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഇർദാൻ വധക്കേസും മാമിയൊക്കെ സൂചിപ്പിച്ചു പോവാണ്. ഞാൻ പോലും അറിയാതെ, എന്നെ നേരിട്ട് ബന്ധപ്പെടുക കൂടെ ചെയ്യാതെ ഞാൻ കൊടുത്ത പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി SIT രൂപീകരിക്കുക. അപ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കുക? മുഖ്യമന്ത്രി വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലീസ് അസോസിയേഷനിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, പരാതി ഗൗരവമായി കേൾക്കുന്നു, വിശദമായി ഡിസ്കസ് ചെയ്യുന്നു. ശശിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് ഞാൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇറങ്ങി എന്ന് ഞാൻ പറയുന്നു. ഞാൻ പുറത്ത് കിടക്കുമ്പോൾ പത്രക്കാരുണ്ട്, CMA എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറയുന്നത്. അവിടെയൊന്നും എനിക്കൊരു തടവില്ല. സ്വാഭാവികമായിട്ട് ഞാനെന്താ വിശ്വസിക്കുക? ഞാൻ പറഞ്ഞ ശശി തന്നെയാണ് ഇതിന് കാരണക്കാരൻ. ശശിയെ മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയപരമായ പ്രയാസമുണ്ടെങ്കിൽ ഇത് പാർട്ടി കാണട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനം എന്താ ഉണ്ടായത്? പിന്നെ നിരന്തരം പത്രസമ്മേളനം നടത്തിയ പല തെളിവുകളും ADGPക്കെതിരെയും ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും വിടുന്നു. ഒറ്റ മറിയലല്ലേ? ഇതിന്റെ എല്ലാം പിന്നിൽ PV അൻവറാണ് എന്ന് പറഞ്ഞ് എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിലെ വ്യക്തിയാക്കി. അവിടെയല്ലേ ഞാൻ പിരിയുന്നത്? പിന്നെന്റെ പ്രതീക്ഷ എനിക്കെന്താ? പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി വന്നപ്പം ഈ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ്? PV അൻവർ തന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തന്ന പരാതി ഒരു കഴമ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫിനിഷ്. അത് കഴിഞ്ഞ് മിനിയാന്ന് എന്താ ചെയ്തത്? ഇവരുടെ സഖാക്കൾ കയറിയിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കം പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ ശശിയെ പറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അൻവർ ആളാവാൻ നടക്കുകയാണ്. അപമാനപ്പെടുത്തി. ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കാത്ത പാർട്ടിക്ക് കൊടുത്ത കത്ത് എന്നെ കൊണ്ട് ഇന്നലെ പുറത്തു വിടിപ്പിച്ചു. ഞാനല്ല ഉത്തരവാദി. ഞാൻ ഈ സാധാ പാർട്ടി പ്രവർത്തകരുടെ അടിസ്ഥാനപരമായ ആ പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ജനം തീരുമാനിക്കട്ടെ.